നമസ്കാരം. നമസ്തേ. കേരളത്തിൽ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തും അതിനിടയിൽ എല്ലാവരും ആകാംക്ഷയോടെ കാത്തുനിന്നായിരുന്നു ആരായിരിക്കും പ്രതിപക്ഷ നേതാവ് എന്നുള്ളത്. ഈ മുഖ്യമന്ത്രി ചർച്ച വല്ലാണ്ട് കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ ആരും അറിയാണ്ട് പിൻവാതിലൂടെ നിന്ന് എനിക്ക് തോന്നിപ്പോയൊരു കാര്യം, ആ, പിന്നെ ഈ പറഞ്ഞ പോലെ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി വരുന്നു. പിന്നീട് അതിനുശേഷം നടന്ന പാർട്ടി ജില്ലാ കമ്മിറ്റികൾ അതിരൂക്ഷമായ വിമർശനം വരുന്നു. ഇപ്പോൾ പ്രത്യേകിച്ച് ഞാൻ കണ്ടത് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ ഒക്കെ ആയിരുന്നു. കൊല്ലം ജില്ലാ കമ്മിറ്റിയൊക്കെ തുറന്നെടുത്ത് പറഞ്ഞു, എം വി ഗോവിന്ദൻ എവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ പ്രസംഗിച്ചു കഴിഞ്ഞാലും അവിടുന്ന് 100 പേരെങ്കിലും പാർട്ടിക്ക് എതിരാവുന്ന ഒരു പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, പിണറായി വിജയൻ ഒരു ഏകാധിപത്യത്തിലോട്ട് പോയിട്ടുണ്ട്. പല കാര്യങ്ങളും എടുത്തെടുത്ത് പറഞ്ഞ്, തിരുവനന്തപുരത്താണെങ്കിൽ ആര്യ രാജേന്ദ്രൻ്റെ കാര്യം പേരെടുത്ത് പറഞ്ഞു. ഇന്നലെ ശിവൻകുട്ടി പോലും പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ എന്താ പറയുക, മുഖ്യമന്ത്രിക്കെതിരെയും അതേപോലെ തന്നെ എം വി ഗോവിന്ദനെതിരെ തുറന്നടിച്ച് പാർട്ടിക്കാർ പറയുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ ഇടയിലും മുഖ്യമന്ത്രി, അല്ലെങ്കിൽ ഇന്നലെ പഴയ മുഖ്യമന്ത്രി വീണ്ടും പ്രതിപക്ഷ നേതാവായി വരുന്നു. അപ്പോൾ അതിൽ വലിയ പ്രതിഷേധങ്ങളൊന്നും നടക്കുന്നില്ല എന്നുള്ളത്. അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് എം വി ഗോവിന്ദനെ ബലിയാടാക്കി പിണറായി വിജയൻ വീണ്ടും പ്രതിപക്ഷ നേതൃസ്ഥാനത്തോട്ട് കയറി ഇരുന്നതാണോ, ഇനി അതിന് വേണ്ടിയിട്ട് എം വി ഗോവിന്ദനെ ബലിയാടാക്കുമോ എന്നുള്ള കുറേ സംശയങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഈ ഒരു വിഷയത്തിൽ സാറിൻ്റെ കാഴ്ചപ്പാട് എങ്ങനെയാണ്? ഏതൊരു വിജയത്തിനും ഒരുപാട് അവകാശികളുണ്ടാവും. ഉം. പരാജയത്തിന് അവകാശികൾ ആരുമില്ല. ഇവിടെ ഇപ്പൊ ഫൗസ് പറഞ്ഞതിൽ ഒരു സത്യമുണ്ട്. അതായത് യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ ഭരണത്തിന്റെ പരാജയം, അതിന്റെ ഉത്തരവാദിത്വം പാർട്ടിയെയും സർക്കാരിനെയും ഒരുപോലെ കൈപ്പിടിയിൽ ഒതുക്കി ഞെരിച്ച പിണറായി വിജയൻ തന്നെയാണ്. ഉം. അതിൽ നിന്ന് അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. പക്ഷേ ഒരു രാഷ്ട്രീയ പിന്നെ അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ പിന്നെ എന്താണ്, ഞാൻ പിന്നെ ഒരു സ്റ്റൂജ് എന്ന് ഇംഗ്ലീഷിലെ വാക്ക് ഞാനിപ്പോൾ പ്രയോഗിക്കുന്നില്ല. പക്ഷേ എങ്കിലും പിണറായിയുടെ ഒരു പ്രതിനിധിയായിട്ട് പലപ്പോഴും ആ, പരിഹാസ്യനായി പോകുന്ന പ്രസ്താവനകൾ നടത്തുകയും എന്നാൽ ഗൂഢലക്ഷ്യത്തോടെ സ്വന്തം താല്പര്യം സംരക്ഷിക്കുകയും ചെയ്ത സഖാവ് എം വി ഗോവിന്ദൻ ഈ പരാജയത്തിലെ പ്രധാന ഒരു പങ്ക് വഹിച്ചു. പക്ഷെ ഇപ്പോൾ വരാൻ പോകുന്നത് ഈ പല ജില്ലാ കമ്മിറ്റികളും തുറന്നടിച്ചിരിക്കുകയാണ്. ഉം. ഇത് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ ഒരുപക്ഷെ പിണറായി വിജയന് ഒരു ഒരല്പം ഒരു തിരിഞ്ഞു നോക്കാൻ ഒരു അവസരം ഉണ്ടായി. ഉം. പക്ഷേ ഇതുവരെ വിമർശിക്കാതിരുന്ന ജില്ലാ കമ്മിറ്റികൾ ഇപ്പോൾ വിമർശനമായിട്ട് വന്നപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഫൗസ് ചിന്തിക്കുന്ന പോലെ തന്നെയാണ്. അതായത് ഒടുവിൽ രക്തസാക്ഷിയാവാൻ എം വി ഗോവിന്ദൻ മുന്നോട്ട് വയ്ക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ബലിയാടാക്കും. അങ്ങനെ ബലിയാടാക്കിയിട്ട് പിണറായി വിജയൻ തൽക്കാലം ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് രാമനാരായണ എന്നുള്ള മട്ടിലെ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ ഇരിക്കും. ഇത് ആദ്യം തന്നെ പിന്നെ എനിക്ക് തോന്നുന്നത്, ഞാൻ ഫൗസ് പറഞ്ഞതിനോട് യോജിക്കുകയാണ്. അതായത് ഈ കോൺഗ്രസിലെ അധികാര തർക്കത്തിനും മുഖ്യമന്ത്രി തർക്കത്തിൻ്റെ ഒക്കെ ഒരു മറവിൽ, ആ ശബ്ദ കോലാഹലങ്ങൾക്കിടയിൽ പതുക്കെ ഒരു ഓരം ചേർന്ന് നടന്ന് പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ പിണറായി പോയിരുന്നു. ആരും അറിഞ്ഞില്ല. ഇരുന്നു കഴിഞ്ഞാൽ അങ്ങനെ എഴുന്നേൽപ്പിച്ച് വിടാനും പറ്റില്ല. ഉം. പലപ്പോഴും ഇരിക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ നമുക്ക് ഇരിക്കണ്ട എന്ന് പറയാം, സ്ഥാനം നിഷേധിക്കാം. ഒരിക്കൽ ഇരുന്നു കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തു നിന്നും അദ്ദേഹത്തിനെ ഇറക്കി വിട്ടാൽ അവിടെ പുള്ളി ഒരു രക്തസാക്ഷിയാവാനുള്ള സാധ്യതയുണ്ട്, പുള്ളിക്ക് ഒരു സഹതാപം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം മുൻകൂട്ടി കണ്ട് വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ നീക്കം പിണറായി വിജയൻ നടത്തി. അദ്ദേഹം അതിൽ ഒരു പരിധിവരെ വിജയിക്കുകയും ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ചെയ്ത കുറ്റങ്ങളുടെ ഉത്തരവാദിത്വം അതുകൊണ്ടൊന്നും അദ്ദേഹത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നില്ല. പിണറായി വിജയന്റെ ഭരണകാലം നോക്കുമ്പോൾ കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് CPM അല്ലെ ഇടതു മുന്നണി ഭരണത്തിന്റെ ഒരു ഘട്ടത്തിലും പാർട്ടിയുടെ മേലും ഭരണത്തിലും ഇത്രമാത്രം സ്വാധീനമുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടായിരുന്നില്ല. EMS ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഉണ്ടായിരുന്നപ്പോൾ അന്ന് CPM അല്ലായിരുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു, CPI ആയിരുന്നു. അന്ന് MN ഗോവിന്ദൻ നായരാണ് CPI സംസ്ഥാന സെക്രട്ടറി, അതായത് ഏകീകൃത കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറി. അതിശക്തനായ നേതാവ്. പാർട്ടിയിൽ ഒരു കാരണവശാലും EMSന് താഴെയൊന്നുമല്ല. ആ MN ആയിരുന്നു അന്നത്തെ നേതാവ്. അതിനുശേഷം വന്നിട്ടുള്ള പിൽക്കാല ചരിത്രമൊക്കെ എടുത്ത് നോക്കുമ്പോഴും നായനാർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരുന്നത് VS അച്യുതാനന്ദനാണ്. ഒട്ടും നായനാരേക്കാൾ ഒട്ടും താഴെയല്ല VS. അന്നൊക്കെ സംസ്ഥാന മുഖ്യമന്ത്രിയേക്കാൾ ശക്തനാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി. ചടയൻ ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് എത്രമാത്രം ശക്തനായിരുന്നു. കോടിയേരി
പിണറായിയെ വെല്ലുവിളിക്കാനൊന്നും പോകുന്ന ആള് അല്ലായിരുന്നെങ്കിലും കോടിയേരി നയപരമായ ഇടപെടലുകളിലൂടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ പദവിയുടെ ഒരു ശക്തി അദ്ദേഹം സ്ഥാപിച്ചെടുത്തിരുന്നു. അല്ലെങ്കിൽ ഒരു ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു കഴിവ് അതൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരുമായിട്ടും ഒരു കോർഡിനേറ്റ് ചെയ്യാനുള്ള കഴിവൊക്കെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ പിണറായിക്ക് വളരെ സഹായകരമായിരുന്നു കോടിയേരി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എം വി ഗോവിന്ദൻ വന്നപ്പോൾ ആ തരത്തിലുള്ള ഒരു വ്യക്തിത്വമല്ല എം വി ഗോവിന്ദൻ. മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഭാര്യ ശ്യാമളയ്ക്കെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോ അവര് തളിപ്പറമ്പിൽ സീറ്റ് കിട്ടിയത് മാത്രമല്ല, അതിനു മുമ്പ് ആന്തൂർ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ആയിട്ടിരുന്ന കാലത്ത് അവിടെ ഒരു വിദേശ മലയാളി ഇവിടെ ആത്മഹത്യയിലേക്ക് നയിച്ചത് ശ്യാമളയുടെ പിടിവാശിയായിരുന്നു എന്ന പരാതിയാണ്. അവിടെ നിന്നാണ് തുടക്കം. അതിൽ പാർട്ടിയുടെ അയാൾ CPM-ന്റെ ഒരു അനുഭാവിയായിരുന്നു. CPM-ന് വേണ്ടി ധാരാളം കാര്യങ്ങൾ ചെയ്യുന്ന ആളായിരുന്നു. മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന P. ജയരാജന് അദ്ദേഹത്തിന് വേണ്ടി ശക്തമായ ശുപാർശ നടത്തിയിരുന്നു. പക്ഷെ അതൊന്നും ശ്യാമളയ്ക്ക് ബാധകമല്ലായിരുന്നു. ശ്യാമള ജയരാജൻ അവിടെ കിടക്കട്ടെ, ഇപ്പം ഞാനാണ് ഇവിടെ തീരുമാനമെടുക്കേണ്ടത്, എന്നെ വന്ന് കണ്ട് എന്നെ തൃപ്തിപ്പെടുത്തിയാൽ മാത്രമേ കാര്യങ്ങൾ നടക്കൂ എന്ന അത് ഒരു ഉളുപ്പുമില്ലാത്ത ഒരു നിലപാടെടുത്തു. ഇവിടെ CPM-നെ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്, ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ ജില്ലാ കമ്മിറ്റികളൊക്കെ എവിടെ ആയിരുന്നു ഈ പിണറായിയുടെ ഭരണകാലത്ത് തീരുമാനങ്ങൾ പാളിയപ്പോൾ എന്നൊരു ന്യായമായ ചോദ്യം ഇവിടെ ഉണ്ട്. ആരും തുറന്ന് ഒരു എതിർക്കാൻ തയ്യാറായിട്ടില്ല. CPM പിണറായി സംസ്ഥാന മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ നടന്ന CPM സംസ്ഥാന സമ്മേളനങ്ങളിൽ ഈ തെറ്റുകൾ തിരുത്താൻ എന്തുകൊണ്ട് ആരും മുന്നോട്ട് വന്നില്ല? അന്ന് പിണറായി പുറത്താക്കുമെന്ന പേടിയായിരുന്നോ കാരണം? അതോ ഗോവിന്ദന്റെ കയ്യിലെ ചൂരലാണോ അതിന്റെ പ്രശ്നം? ഇപ്പോഴെന്തായാലും ശരി, കിട്ടിയ അവസരം ജില്ലാ കമ്മിറ്റികളും താഴെ തട്ടിലുള്ള കമ്മിറ്റികളും നിശ്ചിതമായ വിമർശനത്തിലേക്ക് കടക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യയശാസ്ത്രപരമായിട്ട് പാർട്ടി വളരെ ദുർബലമായിരിക്കുന്നു. പിണറായി വിജയന്റെ അധികാരത്തിലേക്കുള്ള വരവ് പ്രത്യയശാസ്ത്രത്തിന്റെ ബലത്തിലായിരുന്നു എന്നൊന്നും ഞാൻ കരുതുന്നില്ല. പാർട്ടി പഴയ കാലത്ത് നടത്തിയ കേന്ദ്രവിരുദ്ധ സമരങ്ങളുണ്ട്. ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തിനുള്ളിൽ എന്നാണ് CPM കേന്ദ്രവിരുദ്ധ സമരം നടത്തിയത്? ആദ്യമായിട്ട് CPM ഇപ്പോൾ ശക്തമായിട്ട് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സമരം നടത്തുന്ന, അല്ലെ SFI ഇപ്പോൾ നടത്തിയത്, എനിക്ക് തോന്നുന്നു നീറ്റ് പരീക്ഷയായിട്ട് സംബന്ധിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ SFI AG's ഓഫീസിനൊക്കെ മുന്നിൽ നടത്തിയ സമരമാണ്. ഇത്തരം സമരങ്ങളൊന്നും CPM ഈ കഴിഞ്ഞ കാലഘട്ടത്തിനുള്ളിൽ, പിണറായിയുടെ ഭരണകാലഘട്ടത്തിനുള്ളിൽ CPM നടത്തിയിട്ടില്ല. രാഷ്ട്രീയ അടവ് നയങ്ങളായിരുന്നു CPM-ൻ്റേത്. ഈ രാഷ്ട്രീയ അടവ് നയത്തിൽ കേന്ദ്ര സർക്കാരുമായിട്ട് യോജിച്ചു പോവുക എന്നുള്ള ഒരു അടവ് നയമായിരുന്നു CPM സ്വീകരിച്ചിരുന്നത്. ഇത് CPM-നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു സംഘടനാ സംവിധാനം ദുർബലമായി കഴിഞ്ഞിരിക്കുന്നു. CPM-ന്റെ ഉള്ളിൽ പലപ്പോഴും CPM പാർട്ടി നടത്തുന്ന ആക്രമണങ്ങളിലൊക്കെ പാർട്ടിക്കാരല്ല, അത് പാർട്ടി പ്രതിരോധമെന്നോ രക്ഷാപ്രവർത്തനങ്ങളെന്നോ പറയുമായിരിക്കാം. ഞാനത് ആക്രമണമെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ അതിനൊക്കെയുള്ള ഗുണ്ടാ സംഘങ്ങളാണെന്ന്. ഈ ഗുണ്ടാ സംഘങ്ങൾ പലപ്പോഴും പാർട്ടിയുടെ പിടിയിൽ നിൽക്കുന്നതല്ല, അവരെ സ്വർണം പൊട്ടിക്കാനും അതുപോലെ മറ്റു രീതിയിലുള്ള കള്ളക്കടത്തുകൾക്കും കൊട്ടേഷനുകളും ഒക്കെ സ്വന്തമായി ഏറ്റെടുക്കുന്ന തരത്തിലുള്ള ഒരു വിഭാഗം, അതിനെ ആശ്രയിക്കേണ്ടി വന്ന സ്ഥിതിയിലാണ് CPM. കാര്യങ്ങൾ അത്ര എളുപ്പമായിരിക്കില്ല ഇനി. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി CPM അനുഭവിക്കാൻ പോകുന്നത് CPM-നുള്ള ഫണ്ട് വരവ് നിലച്ചു എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ 10 വർഷം 2011-12 ബംഗാൾ സർക്കാർ വീഴുന്നത്. ബംഗാൾ ആയിരുന്നു പാർട്ടിയുടെ ഏറ്റവും വലിയ ധനസമാഹരണ കേന്ദ്രം. എന്ത് കാര്യം നടത്തണമെങ്കിലും പാർട്ടിക്ക് പൈസ കൊടുക്കണം. അതിനെക്കുറിച്ച് ഈ അടുത്ത കാലത്ത് ഒരുപാട് വാർത്തകൾ വന്നു. CPM-ന്റെ ചെക്ക് പോസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഒരു സാധനം ഒരു ജില്ലയിൽ നിന്ന് വേറൊരു ജില്ലയിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ ചെക്ക് പോസ്റ്റിലൂടെ കടന്നു പോകും, അവിടെ പൈസ കൊടുക്കണം. അതുപോലെ തന്നെ CPM-ന് കട്ട് മണി എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. ഒരു ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന ആളും CPM-ന് പൈസ കൊടുക്കണം. ഇത് സോനാഗച്ചിയിലെ തെരുവുകളിലെ വേശ്യാവൃത്തി നടത്തുന്നവർക്ക് പോലും ഈ കട്ട് മണി കൊടുക്കാതിരിക്കാൻ സാധിക്കില്ല. അതായത് പാർട്ടിയുടെ സ്വാധീനം പുൽക്കൊടികളിൽ തൊട്ട്
അങ്ങ് മഹാസൗധങ്ങൾ വരെ നീണ്ടിരുന്ന ഒരു കാലഘട്ടം. എല്ലായിടത്തു നിന്നും പാർട്ടിക്ക് വരുമാനമുണ്ടായി. ആ വരുമാനം മമതാ ബാനർജിയുടെ സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടി നേരെ പോവുകയാണ്. ആദ്യ മമതാ സർക്കാരിന്റെ കാലത്ത് പോലും CPM-ന് ഏതാണ്ട് എനിക്ക് തോന്നുന്നത് 27% വോട്ടുണ്ടായിരുന്നു. രണ്ടാം മമതാ സർക്കാരിന്റെ കാലം വന്നപ്പോഴാണ് സർവ്വതും ഇല്ലാതായത്. പ്രളയം വന്ന് സർവ്വതും നശിച്ചു. ആ സ്ഥിതിയിലായി. പാർട്ടിയുടെ വോട്ടൊക്കെ പിന്നെ 15% താഴെ വീണ്. ഇപ്പോഴത് 3% വോട്ട്. ആ രീതിയിലുള്ള ഒരു പിന്നെ സ്വാധീനമാണ് പാർട്ടിക്കുള്ളത്. ത്രിപുരയിലെ അധികാരം പോയി തുടർച്ചയായിട്ട് രണ്ടാമത്തെ തവണ. അപ്പോഴൊക്കെ പാർട്ടി ഡൽഹിയിലെ AKG സെന്റർ പോലും പ്രവർത്തിക്കണമെങ്കിൽ കേരളത്തിൽ നിന്നും പിണറായി വിജയൻ പൈസ കൊടുക്കണമായിരുന്നു. നമ്മൾ ഈ കാണുന്ന കേരളത്തിലെ പിന്നെ പാർട്ടിയുടെ വരുമാന സ്രോതസ് ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ചിലരെ പാർട്ടിക്കാർ ചോദിക്കാം, പഴയ കാലത്ത് സാധാരണക്കാരുടെ കയ്യിൽ നിന്നും 2 രൂപയും അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് 4 അണയും ഒക്കെ പിരിച്ചിട്ട് നിലനിർന്ന പാർട്ടിയാണല്ലോ, ഞങ്ങൾക്ക് ഇതൊക്കെ നിൽക്കാൻ അറിയാം എന്ന് ചിലർ പറയുമായിരിക്കാം. പക്ഷേ നിങ്ങൾ തന്നെ പറയുമല്ലോ, കട്ടൻ ചായയും പരിപ്പ് വടയും തിന്ന് പാർട്ടി പ്രവർത്തനം, കട്ടൻ ചായ കുടിച്ചും പരിപ്പ് വട തിന്നും പാർട്ടി പ്രവർത്തനം നടത്തുന്ന കാലമല്ല ഇതെന്നുള്ളത്. അപ്പോ ഈ പറയുന്ന സാധാരണക്കാരന്റെ ചില്ലറ നാണയങ്ങൾ കൊണ്ട് പാർട്ടി ഫണ്ട് കെട്ടിപ്പടുക്കാനുള്ള കാലമൊക്കെ കഴിഞ്ഞുപോയി. അതൊന്നും പാർട്ടിക്ക് പോരാതെ വരും. അപ്പോൾ ഈ ഫണ്ട് പിരിക്കാനുള്ള കേരളത്തിലൂടെ അധികാരം നഷ്ടപ്പെട്ടപ്പോൾ ഫണ്ട് ഇനി പഴയതുപോലെ പിരിക്കാൻ പറ്റില്ല. സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ നിന്ന് വൻതോതിൽ പൈസ പിരിക്കുമായിരുന്നു. പലപ്പോഴും 1 മാസ ശമ്പളം വേണമെന്നും ഒക്കെ ആവശ്യപ്പെട്ട സമയങ്ങളുണ്ട്. കോവിഡ് വന്നപ്പോഴും പ്രളയം വന്നപ്പോഴും ഒക്കെ. ഒന്നുമില്ലെങ്കിലും ഏത് പരിപാടിക്കും 2000 3000 രൂപയൊക്കെ ക്ലറിക്കൽ NGO-മാരുടെ കയ്യിൽ നിന്നെങ്കിലും പാർട്ടിക്കാരായിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് പിരിക്കുമായിരുന്നു. ഇനി അതൊന്നുമില്ല. ട്രാൻസ്ഫറിനും പോസ്റ്റിങ്ങിനും ഒന്നും പൈസ കിട്ടില്ല. പഴയതുപോലല്ല. പോലീസ്, എൻ്റെ വിലയിരുത്തലിൽ സതീശൻ അങ്ങനെ കോംപ്രമൈസിന് വഴങ്ങുന്ന മുഖ്യമന്ത്രി ആവാനിടയില്ല. രമേശ് ചെന്നിത്തല എത്രത്തോളം അങ്ങനെയുള്ള നിലപാട് സ്വീകരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ സതീശൻ കൃത്യമായിട്ടും CPM-ന് തലവേദന തന്നെയായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ കേരളം ഒരു അക്ഷയപാത്രമായിട്ട് ഇനി CPM-ന് ഇല്ല. പൈസ ഇല്ലാതെ പാർട്ടി പ്രവർത്തനം നടത്താൻ ആരെങ്കിലും വരും? ഇന്ന് ഇലക്ഷനിൽ പ്രചരണം നടത്തണമെങ്കിൽ പോലും ഒരു ദിവസത്തെ കൂലി കൊടുക്കണം, എങ്കിലേ സാധാരണക്കാർ വരത്തുള്ളൂ. കേരളത്തിൽ ഇന്ന് സാധാരണക്കാരില്ല. അതുകൊണ്ടാണ് ബംഗാളികൾ പോയപ്പോൾ കേരളത്തിൽ ഹോട്ടലിൽ പണിയെടുക്കാനില്ലാത്ത കൺസ്ട്രക്ഷൻ സൈറ്റുകളും ഒക്കെ നിലച്ചുപോയത്. ചില പ്രത്യേക പണികൾ, പ്ലംബിങ്ങും വയറിങ്ങും ചെയ്യാൻ മാത്രമേ മലയാളികൾ തയ്യാറുള്ളൂ. പിന്നെ അതായത് ഒരു കോൺക്രീറ്റ് കുഴയ്ക്കാനും അതുപോലെ മറ്റു രീതിയിലുള്ള കഠിനാധ്വാനമുള്ള പണികളൊക്കെ ബംഗാളികളാണ് ചെയ്യുന്നത്. അപ്പോൾ കേരളം ആകെ മാറിക്കഴിഞ്ഞു. ആ മാറിയ കേരളത്തിൽ ആരും പിന്നെ വെറുതെ ഒന്നും ഒരു കാര്യവും ചെയ്യില്ല. അമേരിക്കൻ പഴഞ്ചൊല്ലുണ്ട്, ദർ ഈസ് നത്തിങ് ലൈക്ക് എ ഫ്രീ ലഞ്ച്. കേരളത്തിൽ ഇനി രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും ഫ്രീ ലഞ്ച് കിട്ടത്തില്ല. ഏത് മനുഷ്യനെ പാർട്ടി പ്രവർത്തനത്തിന് വിളിക്കണമെങ്കിലും പൈസ കൊടുക്കണം. എതിരാളിയെ 51 വെട്ട് വെട്ടണമെങ്കിലും നല്ല പൈസ കൊടുത്താലേ ഗുണ്ടാ സംഘങ്ങൾ വരുള്ളൂ. അപ്പോൾ കാര്യം മാറി, കഥ മാറി, കാലം മാറി, കഥ മാറി. ഇത് CPM-നെ സംബന്ധിച്ച് വലിയ വിഷയമാണ്. അപ്പോൾ ഇവിടെ ഒരു രക്തസാക്ഷി, ഒരു പിന്നെ സ്കേപ്പ് ഗോട്ട് CPM-ന് ആവശ്യമുണ്ട്. എന്തായാലും അത് പിന്നെ എളിയ കാലിലെ വാദം കോച്ചുള്ളൂ എന്നൊരു പ്രമാണമാണ്. അത് എളിയ കാല് നമ്മുടെ ഗോവിന്ദൻ മാഷുടെയാണ്. MV ഗോവിന്ദൻ തന്നെ ആയിരിക്കും ഇതിലെ രക്തസാക്ഷി എന്നാണ് ഞാൻ കരുതുന്നത്. പുതിയ CPM സംസ്ഥാന സെക്രട്ടറി ചാർജ് എടുക്കാൻ ഇനി അധികം താമസം ഉണ്ടാവില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും പ്രേക്ഷകരെ കാണാം. തൽക്കാലം സമയപരിമിതി മൂലം ഇവിടെ നിർത്തുകയാണ്. അതുവരെ എല്ലാവർക്കും നമസ്കാരം.